നിങ്ങളുടെ 9th ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ലിസൺ ടു ദ മൗണ്ടൻസ് അല്ലേ. അപ്പൊ അത് മിസ് ഷോർട്ട് ആക്കിയിട്ടൊരു സമ്മറി ആക്കി നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ലിസൺ ടു മൗണ്ടൻസ്. അപ്പൊ എന്തോ മൗണ്ടൻസ് പറയുന്നത്, മലകൾ പറയുന്നത് ശ്രദ്ധിക്കാമെന്നാണ് അല്ലെ. അപ്പൊ സ്കൂൾ ഹെഡ് മാസ്റ്റർ നാരായൺ യൂസ് ടു ലവ് ദ വില്ലേജ് ആൻഡ് ദ വില്ലേജസ്. അപ്പൊ നമ്മുടെ സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട്, ആരാണ്? നാരായൺ അല്ലെ. അപ്പൊ നാരായണന് അവിടുത്തെ വില്ലേജസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ വില്ലേജ് ഇഷ്ടമായിരുന്നു അല്ലെ, എല്ലാം ഇഷ്ടമായിരുന്നു, ഗ്രാമം, ആ ഗ്രാമത്തിലെ ആൾക്കാരെയും ഒക്കെ ഇഷ്ടമായിരുന്നു. ആൻഡ് വാസ് ഡെഡിക്കേറ്റഡ് ടു പ്രൊട്ടക്ടിങ് നേച്ചർ. നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ആര്? നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ നാരായൺ എന്ന് പറയുന്നത് അല്ലെ. വാസ് ഡിറ്റർമിൻഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ വെൻ ഹി കെയിം ടു നോ ദാറ്റ് സം ബിസിനസ്മെൻ വെർ വില്ലിംഗ് ടു മേക്ക് എ 5-star ഹോട്ടൽ ഓൺ ദ ഹിൽ. അപ്പൊ ആ മലയുടെ മുകളിൽ കുറച്ച് ബിസിനസ് ആൾക്കാർ വന്നിട്ട് ഒരു 5-star, ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ അല്ലെ, 5-star ഹോട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പൊ ആൾക്കത് എങ്ങനെയെങ്കിലും ഒന്ന് തടയണം എന്നുള്ള, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ രാമണ്ണ ഹു വാസ് എ ടീ ഷോപ്പ് ഓണർ. ഓക്കെ, അപ്പൊ രാമണ്ണ എന്താണ്? ഒരു ചായക്കടയുടെ ഓണർ ആണ്. felt that they should ask about the views of the villagers regarding the hotel going to build on the hills of Dharmagiri, but the building contractor Mr. Dikshit Sagar was extremely egoistic and always looked down upon the village and villagers. അപ്പൊ എന്താണ്? നമ്മുടെ ഈ ചായക്കടയിലെ രാമണ്ണയ്ക്ക് എന്ത് വേണമായിരുന്നു? അവിടെയുള്ള വില്ലേജേഴ്സിനോടൊക്കെ ഇതിനെപ്പറ്റി ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. എല്ലാവരോടും ചോദിച്ചിട്ടൊക്കെ ചെയ്യാൻ പാടുള്ളൂ അല്ലെ, നമ്മൾ താമസിക്കുന്ന സ്ഥലമല്ലേ, അപ്പൊ നമ്മളോടൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മുടെ രാമണ്ണയ്ക്ക് വ്യൂ ഉണ്ട്. പക്ഷെ ആരാണ് ഇത് നടത്തുന്ന? കുറച്ച് ആൾക്കാരാണ്. ദീക്ഷിത് എന്ന് പറയുന്ന ആരാണ്? അതിന്റെ എന്താണ്, അതിന് വേണ്ടി പൈസ മുടക്കുന്ന, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് ആര്? ദീക്ഷിത് എന്ന് പറയുന്നത് അല്ലെ. സാഗർ അതെന്താണ്? സാഗറാണ് ഏറ്റവും ആദ്യം അവിടേക്ക് എത്തുന്നത്. നിങ്ങൾ കഥ വായിച്ചതല്ലേ, സാഗറാണ് ഏറ്റവും ആദ്യം അങ്ങോട്ടേക്ക് എത്തുന്നത്. അതിപ്പോ ദീക്ഷിത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സാഗർ ആയിക്കോട്ടെ, ദീക്ഷിത് ആയിക്കോട്ടെ, ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ, ഭയങ്കര ഈഗോ ആണ്, ഭയങ്കര തലക്കനമുള്ള ആൾക്കാരാണ്. ഈ വില്ലേജേഴ്സിനെയും വില്ലേജിനെയൊക്കെ എപ്പോഴും താഴ്ത്തി കാണുന്നതാണ്. ഓക്കെ, ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരെ താഴ്ത്തി കാണുന്ന, ഒരു പുച്ഛിക്കുന്ന കൂട്ടത്തിലാണ് ഇവരുണ്ടായിരുന്നത്. ഓക്കെ, ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ നേച്ചർ. ആൾക്ക് നേച്ചറിലേ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നമ്മുടെ ദീക്ഷിത്തിന് അങ്ങനെ നേച്ചറിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ആൻഡ് ദ ഓൾഡ് ബിലീഫ് ഓഫ് ദ വില്ലേജസ്. അപ്പൊ നമ്മുടെ വില്ലേജേഴ്സിന്റെ പഴഞ്ചൻ എന്താണ് വിശ്വാസങ്ങളിൽ ഇയാൾക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. ഓക്കെ, ഇനി ദീക്ഷിത് വാസ് എ മില്യണയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് എ ബിസിനസ് ഓറിയന്റഡ് മാൻ. അപ്പോൾ ആളൊരു മില്യണയർ ആയിരുന്നു, അപ്പൊ അല്ലേ, ഒരു കോടീശ്വരനാണ്. അപ്പൊ ഗ്രാൻഡ് മദർ വാസ് ഡിസ്ട്രെസ്ഡ് ഓൺ ഹിയറിംഗ് ദ ന്യൂസ്. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് മദർ ഇവിടെ എന്താണ്, ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക. അപ്പൊ നമുക്കറിയാലോ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ അമ്മമ്മമാര്, അച്ഛമ്മമാർക്കൊന്നും ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല അല്ലെ. അയ്യോ, നമ്മുടെ നാട് മാറുന്നു അല്ലെ, അങ്ങനെയുള്ള ചേഞ്ചസ്, പുതിയ പുതിയ ചേഞ്ചസ്, നമ്മുടെ പ്രകൃതിക്ക് ഹാനികരമായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ അച്ഛമ്മയും അമ്മമ്മയൊക്കെ പറയാറില്ലേ, അയ്യോ എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയാം. അപ്പൊ അതേപോലെ ഈ ഗ്രാൻഡ് മദറിന് എന്താണ്, ഇങ്ങനെ സങ്കടമായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹോട്ടൽ ആസ് ഇറ്റ് കുഡ് ലീഡ് ടു ദ ഡെത്ത് ഓഫ് മെനി ക്രീച്ചേഴ്സ് എക്സിസ്റ്റിംഗ് ഇൻ ദാറ്റ് ഏരിയ. അപ്പൊ ആ ഒരു മലയിനെ ഇടിച്ചു പൊളിച്ച് അവിടെ ഒരു എന്താ പറയുക, ഹോട്ടൽ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരുപാട് ക്രീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിപ്പോൾ ഒരുപാട് ജീവജാലങ്ങൾക്ക് നശിച്ചു പോകും എന്നാണ് നമ്മുടെ ഗ്രാൻഡ് മദർ ചിന്തിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ സീനിൽ എന്താണ് ഉണ്ടാകുന്നത്? takes place at Ramanna's shop where Sagar, the building contractor, informs the villagers of Dikshit's plan to build a 5-star hotel in the village. അപ്പോൾ നമ്മുടെ രാമണ്ണയുടെ ചായക്കടയാണ് സീനിലുള്ളത്. അവിടെ നമ്മുടെ സാഗർ എന്ത് ചെയ്യാണ്? അവിടെയുള്ള വില്ലേജേഴ്സിനോട് ദീക്ഷിത്തിന്റെ പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. ഓൺ ഹിയറിംഗ് ദിസ് ന്യൂസ്, അപ്പോൾ ഈ ന്യൂസ് കേട്ടതോടെ വില്ലേജേഴ്സ് വെർ ഫ്യൂരിയസ്. അവർക്കൊരു എന്താ ചെയ്യേണ്ട ഒരു ഭയങ്കര ദേഷ്യമൊക്കെ വന്നു. ആസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ 5-star ഹോട്ടൽ വുഡ് ഡിസ്ട്രോയ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടി. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടൽ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗിയും എല്ലാം എന്തായി പോകും, നശിച്ചു പോകും അല്ലേ. യെസ്, അപ്പോൾ ദേ ഫെൽറ്റ് ദാറ്റ് ദെർ വാസ് നോ നീഡ് ഓഫ് സച്ച് എ മൾട്ടി-സ്റ്റോറി ഹോട്ടൽ ഇൻ ദെയർ വില്ലേജ് which had a population of only about 500 people. അപ്പോൾ ഒരു 500 ആൾക്കാരുള്ള ഒരു വില്ലേജിൽ എന്തിനാണ് ഇത്രയും വലിയൊരു ഹോട്ടൽ എന്ന് അവർക്ക് തോന്നി. ഓക്കെ, ഓൺ ദിസ് സാഗർ മോക്സ് ദ വില്ലേജേഴ്സ് ബൈ കോളിംഗ് ദം ഇഗ്നോറന്റ് ആൻഡ് ഡംബ്. അപ്പൊ അവരെ എന്താണ്, നിങ്ങളൊക്കെ വിഡ്ഢികളാണ്, ഡംബാണ് എന്നാണ് പറയുന്നത് ആര്? സാഗർ. ഓക്കെ, യെസ്. ഓൺ ദി അതർ ഹാൻഡ് ദീക്ഷിത് വാസ് ഡിറ്റർമിൻഡ് ടു കൺസ്ട്രക്ട് ദ ഹോട്ടൽ. അപ്പൊ നമ്മുടെ ദീക്ഷിത് ഓൾറെഡി എന്തായിരുന്നു, ഉറപ്പിച്ചു വെച്ചൊരു കാര്യമാണ്, ഞാൻ ഇവിടെ ഹോട്ടൽ ഉണ്ടാക്കിയിരിക്കുമെന്ന്. അപ്പൊ മൂന്നാമത്തെ സീനിൽ നമ്മുടെ നാരായണനും രാമണ്ണയും കണ്ണനും ശാസ്ത്രിയും രുദ്രപ്പയും കൂടി വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അവർ എന്താ ചെയ്യുന്നത്? ദേ ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഹോട്ടൽ. അതായത് ആ
ഹോട്ടലിനെ നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ട് ഇവരിങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മുടെ രാമണ്ണ് പറയാണ് ഇത് ശുദ്ധ വിഡ്ഢിത്തരാണ്, ഫൂളിഷ്നെസ് ആണ്, ശുദ്ധ മണ്ടത്തരാണെന്ന് പറയാണ്. അതിനുശേഷം പക്ഷെ നമ്മുടെ കണ്ണൻ പറയുന്നത് അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഒരു കാര്യത്തിന് എപ്പോഴും കുറേ വ്യൂസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മളുടെ ഇടയിൽ തന്നെ ഒരു സംഭവത്തിന് നമുക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടാവും. ഒരാൾ പറയും നല്ലതാണ്, ഒരാൾ പറയും ചീത്തയാണ്. അപ്പൊ ഇവിടെ കണ്ണൻ പറയുന്നത് നല്ലൊരു കാര്യമല്ലേ, കാരണം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മാറും, അതേപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരും, അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് കുറെ പൈസ കിട്ടും എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ശാസ്ത്രി ഇൻഫോംസ് വില്ലേജേഴ്സ് ദാറ്റ് ഇറ്റ് വാസ് എ ഡേഞ്ചറസ് ടു കൺസ്ട്രക്ട് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി. അപ്പൊ നമ്മുടെ ശാസ്ത്രി പറയാണ് അങ്ങനെ ഒരു ഹോട്ടൽ അവിടെ നിർമ്മിക്കുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ആപത്ത് വരുത്തുന്ന ഒരു സംഭവമാണ് എന്ന് പറയാണ്. കാരണം നമ്മുടെ ആ ഒരു മലയ്ക്ക് അത്രയും താങ്ങാനുള്ള ഒരു ശേഷി ഇല്ല എന്ന് നമ്മുടെ ശാസ്ത്രി പറയാണ് അല്ലെ. ഇനി സീൻ 4 ഇറ്റ് ഷോസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഗ്രാൻഡ് മദർ ആൻഡ് ഹെർ സൺ നാരായൺ. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് മദറും നാരായണനും കൂടിയുള്ള കോൺവെർസേഷൻ ആണ്. where she expresses her distress regarding the destruction of animals, birds, trees and the river that would take place after the construction of the hotel. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് മദറിന്റെ സങ്കടമൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് മദർ നമ്മുടെ നാരായണനെ ഉപദേശിക്കുകയാണ് എന്ത്, ടു സ്പീക്ക് ടു ദ ചിൽഡ്രൻ ആസ് ടുമോറോസ് വേൾഡ് ഇസ് ദെയർ വേൾഡ്. അപ്പൊ നമ്മുടെ കുട്ടികളോട്, വളർന്നു വരുന്ന തലമുറയോട് സംസാരിക്കും, കാരണം നാളത്തെ ലോകം എന്ന് പറയുന്നത് അവരുടെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഷീ കോൾസ് റിച്ച് ആസ് ബിഗ് പീപ്പിൾ വിത്ത് സ്മോൾ ഹാർട്ട്സ്. അപ്പൊ മക്കളെ ഇത് ശ്രദ്ധിച്ചു വെക്കുക. നമ്മുടെ ഗ്രാൻഡ് മദർ ഈ വലിയ വലിയ പണക്കാരെ എന്താ പറയുന്നത്, ബിഗ് പീപ്പിൾ വിത്ത് സ്മോൾ ഹാർട്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, കുഞ്ഞു ഹൃദയമുള്ള ആൾക്കാരാണ്, വിശാലമായിട്ടുള്ള ഹൃദയം അല്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. The next day, children led by Narayan protest and present a petition to Dikshit to stop the construction, but Dikshit was not at all concerned about the village, so he refused their petition. അപ്പോൾ നമ്മുടെ നാരായൺ എന്ത് ചെയ്തു, കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഒരു പ്രൊട്ടസ്റ്റ് പോലെ പോയി. പക്ഷേ ഒരു പെറ്റീഷനൊക്കെ നമ്മുടെ ദീക്ഷിത്തിന് കൊടുത്തു. പക്ഷെ നമ്മുടെ ദീക്ഷിത് അതൊന്നും കാര്യമാക്കില്ല, ആൾ രണ്ടും കൽപ്പിച്ചിരുന്നു. ഇനി നമ്മുടെ സീൻ 5 എന്താ നടക്കുന്നത്, എന്താണ്, ഒരു ലാൻഡ് സ്ലൈഡ് സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാസ്ത്രി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു കുന്നിന് അത് താങ്ങാനുള്ള ശേഷി ഇല്ല എന്നുള്ള ശാസ്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കാതെയാണ് അല്ലെ. അപ്പൊ അത് അവര് എന്ത് ചെയ്തു, ഒന്നും കേൾക്കാതെ ചെയ്തു. അപ്പൊ എന്തുണ്ടായി, അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി അല്ലെ. when the construction started at the ധർമ്മഗിരി ഹിൽ, അപ്പൊ ധർമ്മഗിരി ഹില്ല് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതോടെ അവിടെ ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി. ഫൈനലി ഈവൻ ദ മൗണ്ടൻ സ്പോക്ക് ലൗഡ് ഇനഫ് ഫോർ എവ്രി വൺ ടു ഹിയർ. അപ്പൊ നമ്മുടെ ആര് സംസാരിച്ചത് കേട്ടിട്ടില്ലെങ്കിൽ ആര് സംസാരിച്ചു, മെയിൻ ആയിട്ട് അവിടെ ആര് സംസാരിച്ചു, അത് നമ്മുടെ മൗണ്ടൻ സംസാരിച്ചു. മൗണ്ടൻ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മൗണ്ടൻ ഒരിക്കലും നമ്മളെ സംസാരിക്കുന്ന പോലെ സംസാരിക്കില്ല. പക്ഷെ അവര് പറയുന്നത് നമ്മൾ ആ മൗണ്ടനോട് ചെയ്തതിന് മൗണ്ടൻ നേച്ചർ നമുക്ക് പറഞ്ഞു തന്നതാണ് എന്നുള്ള രീതിക്കാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ലെ. ഇറ്റ് വാസ് എ ട്രാജഡി ആസ് 10,000 were buried. അപ്പൊ ആ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചോടെ ഏകദേശം 10,000 ആൾക്കാർ അതിന്റെ അടിയിൽ പെട്ടുപോയി. beneath the landslide 11 people killed including 2 children. അപ്പൊ ഓൾമോസ്റ്റ് 11 ആൾക്കാർ മരിച്ചു. ഓക്കെ, 11 ആൾക്കാർ മരിച്ചു, അതില് 2 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു അല്ലെ. അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്, നമ്മുടെ നേച്ചറിനെ അല്ലെ, നമ്മുടെ നേച്ചറിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. നമ്മൾ അതിനെ അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഗ്രീഡി ആയിട്ട് സ്വന്തം സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടല്ലേ, നമുക്ക് പൈസയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ലിസൺ ടു ദ മൗണ്ടൻസ് എന്ന ചാപ്റ്ററിന്റെ സമ്മറി നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ നല്ലൊരു ചാപ്റ്റർ ആണ്, നല്ലൊരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള മെസ്സേജ് തരുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ യെസ് മിസ് ഇറ്റ് വാസ് യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് കമന്റ് ചെയ്യാതായിട്ട്. ഓക്കെ മക്കളെ.